അങ്ങനെ അടിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഭയങ്കര ഹെവി ആണല്ലോ. റിച്ച് ആവാൻ വേണ്ടിയിട്ട് ഓം ശ്രീ ഗണേശായ നമഃ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കൊടും കാട്ടിലൂടെയുള്ള യാത്ര. ഇവിടെ ഇപ്പോൾ ആക്സിഡന്റ് നടന്നു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഖാവോയായി ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. രാവിലെ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്ക് ഹോട്ടലിൽ മറ്റേ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നോർമൽ തായ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തൊരു ലൊക്കേഷൻ ഉണ്ട്, ഒരു സ്റ്റാച്യു ഒക്കെ ഉള്ളത്. എന്താണെന്ന് ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. തൊട്ടടുത്ത് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ റൂമിൽ നിന്ന്. ഗൈസ്, ഞങ്ങളപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ രാവിലത്തെ പ്രോഗ്രാം കയാക്കിംഗ് ആയിരുന്നു. നമ്മൾ ഇന്നലെ കാണിച്ചില്ല ആ സ്ഥലത്ത്, ആ ഒരു ക്ലിയർ വാട്ടർ സ്പോട്ടിൽ പോയിട്ട് അവിടെ കയാക്കിംഗ് ചെയ്യാനായിരുന്നു പ്ലാന്. അപ്പോൾ നമ്മുടെ ബാങ്കോക്കിലുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഖാവോയായിൽ സെയിം ഡേ വന്നിട്ടുണ്ട്. അവരിവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവരും വരുന്നുണ്ട് കയാക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരാൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ എവിടെ പോകാമെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം, അതായത് ഒരു ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയുടെ ഒരു ഭയങ്കര വലിയൊരു സ്റ്റാച്യു ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു കുറേ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്ന ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയാണ്. പുള്ളിയുടെ ഭയങ്കര വലിയൊരു സ്റ്റാച്യു ഇതെല്ലാം നമ്മൾ ഫോട്ടോസ് കണ്ടു, നല്ല റിവ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് സ്പോട്ടിൽ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് അടുത്ത്. ഇവിടെ ഒരാൾ എന്തോ ചെയ്തോട്ട് ഇവിടെ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട്? ഇതും ആര് ഇതിന് ഫ്രണ്ട് പോയാ ഇത് മറ്റേ അടിക്കുന്ന സാധനല്ലേ? അങ്ങനെ അടിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് പോടായെന്ന് അറിയാൻ പറ്റില്ലെങ്കിൽ വാ. ഹെവി സ്റ്റാച്യു ആണ്, നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. ബട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല സൈസാണ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇത് കൊള്ളാമല്ലോ, ഈ ഒരു വ്യൂ. ഗണപതിയുടെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ ഇതെന്താ, ശ്രീരാമനോ എന്തോ ഉണ്ട്. അവിടെ ചെന്നിട്ട് നോക്കാം. പിന്നെ എന്തൊക്കെയോ വേറെ വേറെ സ്റ്റാച്യൂസ് എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാൻ പറ്റുന്ന വാ. കയറി ചെല്ലുന്നിടത്ത് തന്നെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. പുള്ളിങ്ങനെ ഓതൻറ്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഫുഡും സംഭവങ്ങളൊക്കെ ഓതൻറ്റിക് സംഭവം എന്നൊക്കെ മറ്റേ പോർക്ക് സ്കിന്നാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ വയ്ക്കുക. എന്താ തേനീച്ച ഒറിജിനലാണത്? അല്ല ഇതെന്താ ഇത് തേനീച്ച ഉണ്ടാക്കി വെച്ചാണ്, തേങ്ങ വെച്ചിട്ട് തേനീച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാണെന്ന് തോന്നില്ല കണ്ടിട്ട്. പക്ഷെ ഇവിടെ ആളില്ല, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അമ്പലത്തിലേക്ക് കയറി വരുന്നിടത്ത് മറ്റേ പോർക്ക് സ്കിൻ വറുത്തത്. തായ്ലൻഡിന് മറ്റൊരു പേരെന്നാന്നറിയാവോ? അതല്ല, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താണ് ഈ ലാൻഡ് ഓഫ് സ്മൈൽ ഒന്നുമല്ല. ഇപ്പൊ സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്നൊക്കെ പറയണ പോലെ തായ്ലൻഡിന് ഒരു പേരുണ്ട്, അറിയോ? സിറ്റി എന്നൊന്നുമല്ല, മലയാളത്തിലാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. വെള്ളാനകളുടെ നാട് നീട്ടുണ്ടോ? വെള്ളാനകളുടെ നാടാണ് ആക്ച്വലി തായ്ലൻഡ്. ഇത് ഇവിടെ ഒരു വെള്ള ആനയുടെ ഒരു സ്റ്റാച്യു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിലേക്ക് കാണുന്ന പോലെ ഇവരിങ്ങനെ എന്തോ എഴുതിയിട്ട് ഇവിടെ കൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെ കെട്ടി തൂക്കും. എന്താ എഴുതിയേക്കണേന്ന് എനിക്കറിയില്ല. അവരുടെ പേരൊക്കെയാന്ന് തോന്നുന്നു. ഇതിലിങ്ങനെ ഒരു പ്രസ് ചെയ്ത് എഴുതുന്നുണ്ട്. അവരുടെ പേരും സംഭവങ്ങളൊക്കെയാണെന്ന് വിശ്വസിച്ച് ഇവിടെ കൊണ്ട് കെട്ടി തൂക്കിയിട്ട് അവർ പ്രാർത്ഥിക്കും. ഇത് ഭയങ്കര ഹെവി ആണല്ലോ ഗൈസ്. ഞങ്ങൾ ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഇപ്പോൾ എത്രയുണ്ടെന്ന് എങ്ങനെ പറഞ്ഞു തന്നെയെന്ന് എനിക്കറിയില്ല. കാരണം അതുപോലെ സൈസാണ്. ഇതിൻ്റെ അങ്ങോട്ട് കയറി പോകാൻ പറ്റും തോന്നുന്നു. സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് നേരെ താഴെ ചെന്നിട്ട് കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഏകദേശം എത്ര ഉണ്ടെന്ന്. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ നമുക്ക് ഇതിൻ്റെ സൈസ് എത്രയുണ്ടെന്ന്.
അത് നല്ല ഭയങ്കര ഫിനിഷിലാണ്, അതിൻ്റെ ഫേസൊക്കെ ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഇത്രയും സൈസിൽ ഇത്രയും വലുതായിട്ട് ചെയ്തിട്ടും ഭയങ്കര ഡീറ്റെയിൽഡ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഗൈസ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു സൈസിൻ്റെ ഐഡിയ കിട്ടണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഇത് വെച്ചൊരു കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ മുകളിലാണ് ഇത് ഈ സ്റ്റാച്ചു ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പില്ലറിൻ്റെ ഹൈറ്റ്, നീ അതിൻ്റെ അടുത്ത് പോയിരുന്നത് പില്ലറിൻ്റെ ജസ്റ്റ് പില്ലറിൻ്റെ ഇതാണ് ഇവളുടെ ഹൈറ്റ്. എന്നിട്ട് നോക്കിയാൽ അറിയാം അപ്പോൾ ഇതിന് എത്ര മാത്രം ഹൈറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ. വെരി ബിഗ്. പക്ഷെ ആരും ഇവിടെ ഒരു ആരും മുകളിലേക്ക് കയറുന്നില്ല. എന്താ ഒരു അതിന് നേരെ താഴെ ടെമ്പിൾ ഉണ്ട്. ആൾക്കാരൊക്കെ താഴെയൊക്കെ വന്നിട്ട് ടെമ്പിളിനകത്ത് കയറുന്നുണ്ട്. നമ്മളേതായാലും മുകളിലേക്ക് കയറുന്ന ഇഷ്ടം കാണാൻ കയറിയതാണ്. രാവിലെ ആയി വരുന്നുള്ളൂ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നല്ല രസമാണ് ഇവിടെ. ഇങ്ങനെ ഈ നേരെ ഫുൾ മലകളാണ്. ഇപ്പം ഈ ടൈം നമ്മൾ വന്നേക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സമ്മർ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം എല്ലാം മഴയൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്ന ഒരു ലുക്കാണ്. എല്ലാ മലകളും എല്ലാ മരങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഉണങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ. ഒരു ഡിസംബർ നവംബർ ടൈമിൽ വന്നിരുന്നെങ്കിൽ ഫുൾ ഇങ്ങനെ ഗ്രീനായിട്ട് നിൽക്കുന്ന കാണാമായിരുന്നു. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു ഗണേശ സ്റ്റാച്ചു ഉണ്ടെന്ന്. ആക്ച്വലി തായ്ലൻഡിൽ ഈ ബുദ്ധിസമായിട്ട് ഭയങ്കരമായിട്ട് ഗണേശ എന്തോ അവർ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ട്. എന്താ അതുമായിട്ട് റിലേഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഇവർ എല്ലായിടത്തും നമുക്കിവിടെ ഗണപതിയുടെ സ്റ്റാച്ചുവും ഗണപതിയുടെ പ്രതിമ അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഷ്രൈൻസ് കുറേ ഉണ്ട്. ഇവിടെ ഇതുപോലെ ഒരു അടിപൊളി ഗണപതി പ്രതിമ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ബാക്കിൽ ഈ ബുദ്ധ സ്റ്റാച്ചുവും കൂടെ വരുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഉണ്ണി ഗണപതിയാണെന്നല്ലോ, ഉണ്ണി ഗണപതി അല്ലേ? കുട്ടി ഗണപതിയാണ്. ഫേസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കൊച്ചു ഗണപതിയുടെ ഇതാണ് വെച്ചേക്കുന്നത്. തായിലാണോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കി എന്താ എഴുതിയേക്കുന്നത് അവിടെ. ഓമാണ്, ഓമിനിലാണ് ഗണപതി കിടക്കുന്നത്. ഇന്ന് നോക്കി അറിയുന്നുണ്ടോ, ഇവിടെ ഒരു ഓമിൻ്റെ ഷേപ്പിൽ ഇത് എടുത്തിട്ട്. പിന്നെ നോക്കി താഴെ നോക്കി കഴിഞ്ഞാൽ ഗണപതിയുടെ വാഹനം എലി ഇവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയോ എന്താ ചെയ്യണേ? മന്ത്ര ടു വർഷിപ്പ് ദ യങ് ഗണേശ ആൻഡ് ബിക്കം റിച്ച് ഇൻസ്റ്റന്റ്ലി. ഓം ശ്രീ ഗണേശായ നമഃ. വിഷ് ഫോർ സക്സസ് ഇൻ വേരിയസ് ഫീൽഡ്സ്, ലക്ക് ആൻഡ് വെൽത്ത്. മണി ഫുൾഫിൽസ് യുവർ ഡിസൈർസ്. അതായത് മറ്റേ ഇത് എന്താണ്, റിച്ച് ആവാൻ വേണ്ടിയിട്ട് ഓം ശ്രീ ഗണേശായ നമഃ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. തായികൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ കണ്ടിട്ടില്ല, ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തൊരു ഗണേശ ശ്രൈൻ ഉണ്ട് കേട്ടോ. അവിടെ എപ്പോഴും ഇങ്ങനത്തെ പൂജകളും ഇവരുടെ രീതിയിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ അല്ല, ഇവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകളും സംഭവങ്ങളൊക്കെ നടത്താറുണ്ട്. ഫുള്ള് എലിയുടെ ചെറിയ ചെറിയ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. അത് ഫുള്ള് ഇതല്ലേ, കൊള്ളാലോ. അത് വലിയ ഇതാണ്, വലിയ എലി. പിന്നെ ഇത് ചെറിയ ചെറിയ ഫുള്ള് എലിയുടെ ഇത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് റാബിറ്റ് ആണല്ലോ, ഈ ഓർണ റാബിറ്റിൻ്റെ ഷേപ്പ്. അത് മാറിപ്പോയതുകൊണ്ടാണോ എലിയാന്ന് കരുതി ആരെങ്കിലും മേടിച്ചിട്ട് വെച്ചായിരിക്കും ചിലപ്പോൾ. അല്ലേ റാബിറ്റല്ലേ? ബാക്കിയൊക്കെ എലികളാ. ലഡു, ഇത് ശരിക്കും ലഡു കൊടുക്കുന്ന പോലെയല്ലേ ഗണപതിക്ക്. തീരെ പൊടി ഇത് തൊട്ട് ഇതുണ്ട് വലിയ വലിയ വലിയ. നമ്മൾ കയറി വന്നപ്പം ഈ ഗണപതിയെ കൂടാതെ ഒരു ശ്രീരാമനാണെന്ന് ഡൗട്ട് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് ഇവിടെ അടുത്ത് തന്നെ. ഇതൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തേക്കാണ്. ഇത് ഫുള്ള് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വലിയൊരു പാർക്ക് പോലെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടതാണ് ഇതുപോലെ വേറൊരു സ്റ്റാച്ചു. ഇത് കണ്ടിട്ട് ശ്രീരാമൻ അല്ല ഇത്, ശരി നമ്മുടെ ഏതോ ഒരു ഹിന്ദു ദൈവമാണ്. ഇനി അത് വായിച്ചു നോക്കണം കറക്റ്റ് അവരെന്താ ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം മുകളിൽ അമ്പും വില്ലൊക്കെ പിടിച്ച്, പക്ഷെ നീല കളറാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കാം. താഴെ ഇരിക്കുന്ന മറ്റേ ഇതല്ലേ, ജഡായു ആണോ? അപ്പം മറ്റേ ഈ പരുന്തിൻ്റെ ഫേസും ചിറകൊക്കെ ഉണ്ട്, അത് ജഡായു. താഴെ മറ്റേ രാവണനൊക്കെ ആയിരിക്കാം. കാരണം ഇവർക്ക് രാമായണം ഇവിടെ ഭയങ്കര ഫേമസ് ആണ് തായ്ലൻഡിൽ. ഇവർ രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഇവരുടെ കുറേ ഷോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചിലപ്പം വിഷ്ണു ഓൺ ഗരുഡ. ഓക്കെ,
ആ ശ്രീരാമ വിഷ്ണുവിൻ്റെ അവതാരം അല്ലേ 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 എന്നാ പോയാലോ? അവർ വിളിച്ചായിരുന്നു നെക്സ്റ്റ് കയാക്കിങ്ങിന് പോവാം. നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചു. അവരിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് കയാക്കിങ്ങിന്. യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കയാക്കി. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഗൈസ്, ഞങ്ങളപ്പം ഇന്നലത്തെ ലൊക്കേഷനിലെത്തി, കയാക്കിങ് ലൊക്കേഷൻ. പക്ഷേ ഇന്നലത്തെ സീനല്ല ഇവിടെ കയാക്കിങ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഗൈസ്, ലോങ് ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് കയാക്കിങ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് സൺഡേ മോർണിംഗ് അല്ലായിരുന്നു. ഈ ടൈമിൽ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വരുന്ന ടൈമാണ്. അപ്പോൾ ഇനി ബുക്ക് ചെയ്തിട്ട് വേണം. അപ്പം മറ്റേ നമ്മുടെ ഫ്രണ്ട്സ് വരെ എത്തിയിട്ടില്ല, അവരിപ്പോൾ എത്തുമായിരിക്കും. അപ്പം ഞങ്ങളേതായാലും കയറി ക്യൂവിൽ നിന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഇത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ച്. അല്ല, ഇതാണ് മറ്റേ ക്യൂ. ഇത് ക്യൂ. ദൈവം കയറി ഓൾറെഡി. ഇത് പിടിച്ചേ. തുടങ്ങ അത് അങ്ങോട്ട് പോവാ. കഠിനമായ പ്രയത്നത്തിലൂടെ കയാക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. കൊടും കാട്ടിലൂടെയുള്ള യാത്ര. ഇത് ഈ ഗ്യാസിൽ കൂടെ എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ വളച്ചാലോ? എന്താ സംഭവിച്ചത്? ഇവിടെ വെള്ളത്തിൽ നല്ല ബ്ലൂ കളർ ഉണ്ട് അല്ലേ? ഞങ്ങൾ കയാക്ക് ചെയ്ത് മടുത്തിരിക്കുകയാണ്. ആക്ച്വലി ഇത് 2 സൈഡിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്ച്വലി ആഴം കുറവാണ്, ഒരു വീതിയും കുറവാണ്. നമുക്ക് അതിലൂടെ എല്ലാ കായും കൂടെ വരുമ്പോഴേക്കും കുറച്ച് പാടാണ് അതിൽ കൂടെ പോകാൻ. നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ. ഈ വേറൊരു സൈഡിലേക്കാണ് ഇച്ചിരി നീളം കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ ആക്സിഡൻറ്റ് നടക്കും. നടന്ന് അപ്പോൾ എന്താണ്, ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് അരമണിക്കൂറായി. അരമണിക്കൂർ കൂടുതലായിപ്പോൾ ഞങ്ങൾ തുടങ്ങണേ. ഞങ്ങളിപ്പോൾ കയറാൻ പോവാണ്. അടിപൊളി കേട്ടോ. 100 പാട്ടിന് ഭയങ്കര വർത്താണ്. നല്ല രസമുണ്ട്. ഈ വെള്ളമാണെങ്കിൽ കുറച്ച് ബ്ലൂ കളർ വെള്ളം, അതിൻ്റെ ഒക്കെ ഒരു രസമുണ്ട്. വലിയ വെയിലും ഇല്ല, തണലൊക്കെ ഉള്ളൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീലുള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കയറാൻ പോവാം. ഓൾമോസ്റ്റ് ഞങ്ങളിലേക്ക് കയറാൻ പോവാം. ക്ലാസ് വെച്ച് പഠിച്ചു. രാവിലെ വെയിറ്റിംഗ് ആവും. നമുക്ക്